അപ്പോൾ നമ്മളുടെ മൺസൂൺ പാലസിലേക്ക് കയറുകയാണ് നമ്മൾ, സജ്ജൻ ഘർ. അപ്പോൾ സജ്ജൻ സിംഗ് എന്ന് പറയുന്ന രാജാവാണ്, രാജ്പുട്ട് രാജാവാണ്, രാജസ്ഥാൻ്റെ രാജാവായിരുന്നു, മേവാർ കിങ്. അദ്ദേഹമാണ് ഈ മൺസൂൺ പാലസ് പണിത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടെ കാണുന്ന ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പിക്ചറൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ ഒരു മ്യൂസിയം പോലെയൊക്കെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഇത് കംപ്ലീറ്റ്ലി മാർബിളിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ താഴ്ഭാഗത്തൊക്കെ നോക്കൂ, ഇത് കംപ്ലീറ്റ് ഫൗണ്ടൻ ഏരിയ ആയിരുന്നു. ഇവിടെ എല്ലാം ഫൗണ്ടൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഫൗണ്ടൻ ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ രാജാവിനും റാണിമാർക്കും എല്ലാം ഇരുന്ന ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ള സംവിധാനം. ഇതാണ് മാർബിളിൻ്റെ പില്ലറാണ്, ഫുൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത മാർബിൾ പില്ലേഴ്സ്. കംപ്ലീറ്റ് ഉള്ളിലെ കാര്യങ്ങളെല്ലാം മാർബിളിലാണ് തീർത്തിരിക്കുന്നത്, തറയും തൂണുകളും ഒക്കെ. പിന്നെ ഇവിടെ കുറേ പിക്ചേഴ്സ്, ലെപ്പേർഡ്, കരടി, പിന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ ബേർഡ്സിൻ്റെ ഒക്കെ ഒത്തിരി പടം. ഇതെല്ലാം ആറവല്ലി മലനിരകളിൽ, ഇപ്പോൾ ആറവല്ലി ഹിൽസിൽ ജീവിക്കുന്ന പക്ഷികളും മൃഗങ്ങളുടെയും എല്ലാം ഒരു പിക്ചറും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസുമാണ്. നമുക്കിതിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം ആളുകളൊക്കെയാണ് ഈ ചുറ്റും കാണുന്ന വനപ്രദേശത്ത് ഉള്ളത്, ആരവല്ലി മലനിരകളിൽ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലെല്ലാം ഇങ്ങനെയാണ് മാർബിളിൻ്റെ ഫൗണ്ടൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ രാജാവിനെ ഇരുന്ന് കാണാനും ഇങ്ങനെ എന്തെങ്കിലും നൃത്തരൂപങ്ങളൊക്കെ ആസ്വദിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ. മഴ കാണാൻ വരുന്ന ആൾക്കാരില്ല, അപ്പോൾ ഫൗണ്ടൻ, വീടിനകത്തെല്ലാം ഫൗണ്ടൻ, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ, വെളിയിലും മഴ തിമിർക്കുകയായിരിക്കും. എന്നിട്ട് പുറത്തേക്ക് ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ താഴത്തെ നില നമ്മൾ കണ്ടു, അതിനകത്ത് മുഴുവൻ ഫൗണ്ടൻ ഏരിയാസാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്സ് ഉണ്ട്, അത് കയറിപ്പോയാൽ അവിടെയാണ് ഉറക്കറ, ബെഡ്റൂംസ് എല്ലാം അവിടെയാണ്. പിന്നെ ഇനി ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴി. നമ്മൾ കൊട്ടാരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. ഇവിടെ നിന്ന് നോക്കിക്കോളൂ, എന്താ ഭംഗി! ഇതെല്ലാം പച്ചപ്പ് ആരവല്ലി മലനിരകളുടെ ആ ഒരു മനോഹാരിത നമുക്ക് കാണാം. ഇതാണ് ഉദയ്പൂർ. രാജസ്ഥാൻ്റെ ഭൂപ്രദേശം ഇത്രയും മനോഹരമാണോ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും. കാര്യം രാജസ്ഥാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഡെസേർട്ട്സ്, മരുഭൂമിയാണ്. പക്ഷേ ഇവിടെ ഒന്നും മരുഭൂമി കാണുന്നില്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നുമല്ല മരുഭൂമി, ജയ്സാൽമർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് ഡെസേർട്ട് ഏരിയാസ് കാണുന്നത്. ഇതെല്ലാം നല്ല ഗ്രീനറി ഉള്ള സ്ഥലമാണ് ഈ മഴക്കാലം കഴിഞ്ഞാൽ. ഇതെല്ലാം നല്ല ഇങ്ങനെ പച്ചപ്പിൽ കിടക്കുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ സിറ്റി ഏരിയയാണ്. ഇതിങ്ങനെ ചുറ്റി കാണാൻ പറ്റുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കോളൂ, കൊട്ടാരം 1, 2, 3, 4 നിലകളായിട്ടാണ്. ഇതിപ്പോൾ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വാതായനങ്ങളും പുറത്തേക്കുള്ള കാഴ്ച ആസ്വദിക്കാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം കാണുക. ഏത് ഭാഗത്ത് വന്നിരുന്നാലും രാജാവിനും കുടുംബത്തിനും കംപ്ലീറ്റ് രാജ്യം കാണാൻ സാധിക്കും. ഉദയ്പൂരിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ മൺസൂൺ പീരീഡിൽ. അവർക്ക് മഴ കാണാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതൊരു ഏറ്റവും പൊക്കമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ, ഒരു മൗണ്ടൻ ടോപ്പിലാണ് ഇത്തരം ഒരു റിസോർട്ട് പോലെ ചെയ്തതാണ്. അപ്പോൾ മഴക്കാലത്ത് ഇവിടെ വന്ന് തങ്ങുന്നു, ഈ മഴ ആസ്വദിക്കുന്നു. അപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു താമസമായിരിക്കില്ലേ ആ സമയത്ത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതൊരു റൊമാൻറ്റിക് സിറ്റി എന്ന് വന്നത്. അപ്പോൾ ഇവിടെ ഒരു റൊമാൻസിനുള്ളൊരു മൂഡുള്ളൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഹിൽ ടോപ്പിൽ ഈ ഒരു മൺസൂൺ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ. ഇവിടെ നിന്ന് ഇങ്ങനെ, അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ ഭാഗം എല്ലാം കാണാം. ഇനി അപ്പുറത്തെ സൈഡിലേക്കുള്ള ജനൽ, വാതിൽ, പിന്നെ ഓപ്പൺ എയറൊക്കെ ഉണ്ട് ഇതുപോലെ പുറത്തേക്ക് നോക്കുന്ന ഭാഗം. അവിടെ നോക്കിയാൽ സിറ്റി പാലസും ലേക്സും ബാക്കി കൊട്ടാരങ്ങളും ബിൽഡിങ്സും ഒക്കെ കാണാൻ സാധിക്കും. സാധാരണ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാറില്ലല്ലോ നമ്മൾ, പ്രത്യേകിച്ച് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മഴ നമുക്കൊരു ലോസരമാണ്. പക്ഷേ എങ്കിലും ഈ ഒരു മൂഡിലൊരു മഴ ആസ്വദിക്കാൻ പറ്റിയത് തന്നെയാണ്.
എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ ചുമ്മാതിരിക്കുക. അപ്പോൾ രാജാവിന് എന്ത് രസമായിരുന്നിരിക്കല്ലേ. രാജാവിന് മാത്രമല്ല റാണിക്കും എന്ത് രസമായിരുന്നിരിക്കാം ഇവിടെ നിന്ന് ഇങ്ങനൊരു കാഴ്ച ആസ്വദിക്കുക എന്നുള്ളത് ഇത്രയും ഹൈറ്റിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറിപ്പോൾ കൊട്ടാരത്തിൻ്റെ ഇപ്പം നമ്മൾ താഴത്തെ നിലയിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നു. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റ റൗണ്ട് ഇങ്ങനെ നടന്നു നോക്കാം. ഇതൊരു സെമി സർക്കിൾ പോലെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഗ്രീൻ ഇവിടെ എല്ലാം ഇങ്ങനെ